കഴിഞ്ഞ നമ്മൾ ധ്യാനിച്ച വചനഭാഗം ഓർമ്മയുണ്ടോ? എഫേസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 തുടങ്ങിയിട്ട് 20 വരെയുള്ള വാക്യമായിരുന്നു. അല്ലെ കുറച്ച് ഭാഗം മാത്രമാണ് ചിന്തിച്ചൊന്നൊരു വായിക്കാൻ തുടങ്ങി. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വേണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ആമേൻ. സ്തോത്രം. നമ്മള് പൗലോസിന്റെ പ്രാർത്ഥനയാണത്. ഹാലേലൂയ. അപ്പൊ ചങ്ങല ധരിച്ച് കിടക്കുമ്പോഴും ഹാലേലു പ്രാർത്ഥിക്കുന്ന എന്നെ ചങ്ങല അഴിഞ്ഞ് എങ്ങനെയും പുറത്തു വരണേന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞേക്കുന്നത്. ഹാലേലൂയ. ആമേൻ. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. അത് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ തക്കവണ്ണം ഹാലേലു ആയിരിക്കണേ പ്രാർത്ഥിക്കുക. സഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്താല് സത്യം അരക്കി കെട്ടി, അതാണ് ആ ഭാഗം കൂടുതൽ ചിന്തിച്ചായിരുന്നത്. ഞാൻ അടുത്ത നീതി എന്ന കവചം ധരിച്ച് ഹാലില് നമുക്ക് നീതി, നമുക്ക് എല്ലാവർക്കും നീതി ലഭിച്ചു. നമ്മളെല്ലാവരും നീതിമാന്മാരാകട്ടെ. നമ്മുടെ സ്വയനീതി അല്ലത്. അല്ല, ദൈവം നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായി തന്നെ വിളിച്ച് നീതീകരിക്കുക ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ നീതിയാണ് നമ്മളുള്ളത്, അല്ലെ? നമ്മുടെ നീതിയല്ല, ദൈവത്തിന്റെ നീതി. അപ്പൊ ആ റൈച്ചസ്നെസ് ദൈവത്തെ. എന്നിട്ട് നമ്മളെന്ന് വെച്ചാൽ പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ ഉരിച്ചു മാറ്റി പുതു മനുഷ്യനെ ധരിക്കപ്പെട്ടു എന്ന് പറയും. പക്ഷെ നമ്മളുടെ പുതു മനുഷ്യൻ ഹാലില്ല ധരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഹാലില്ല കർത്താവിന്റെ അല്ല ദൈവത്തിന്റെ നീതിയാ നമ്മളായിരിക്കുന്നു. നീതിമാന്മാരാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പലർക്കും സംശയമാണ് കൈപൊക്കാനായിട്ട്. കാരണം പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ നീതിമാന്മാരായിരിക്കുന്ന. യേശു രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ട. അതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ ചോദിച്ചാലും നീതിമാനാണോ വെച്ചാൽ നീതിമാനാണ്. നമ്മുടെ നീതി അല്ല അവിടെ. ഹാലേലൂയ. നമ്മൾ പറയുന്നത് നമ്മുടെ നീതിയല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടുള്ള നീതി അല്ല അവിടെ. പേഴ്സണൽ റൈച്ചസ്നെസ് നമുക്ക് ദൈവം തന്ന നീതിയാണ്. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ഹാലേലൂയ നീതി. അപ്പൊ നമ്മൾ പുതു മനുഷ്യനെ ഹാലേലൂയ ധരിച്ച, നീതിയാലും വിശുദ്ധിയാലും സൃഷ്ടിക്കട്ട പുതു മനുഷ്യൻ നമ്മൾ ധരിച്ചിരിക്കുന്നത് പറയുമ്പോൾ നമ്മളുടെ ഹാലേലൂയ നീതിയല്ല നമ്മളെ കവർ ചെയ്തേക്കുന്നത്, ദൈവത്തിന്റെ നീതിയാണ്. ഒന്ന് യോഹന്നാന്റെ ലേഖനം 1 John 3:6 തുടങ്ങി 7 വായിക്കോ. 1 യോഹന്നാൻ 3-ാം അധ്യായം 6 and 7. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്ന ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാൻ ആയിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്ന നീതിമാൻ. അപ്പൊ നമ്മൾ അവനിൽ വസിക്കുന്നവൻ. ഹാലേലൂയ. നമ്മൾ അവനിൽ വസിക്കുന്നത് കൊണ്ട് ഹാലേലൂയ നമ്മള് അവിടെ പറയുന്നത് അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ കർത്താവിലെ വസിക്കുന്നത്. നമ്മൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞേക്കുന്നത് നിങ്ങൾ എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും, അല്ലെ? മഹത്വത്തെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, അതുപോലെ നമ്മൾ കർത്താവിൽ വസിക്കുന്നു. അപ്പൊ ദൈവത്തിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തിലാണ് വസിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നു പറയുമ്പം നമ്മൾ കർത്താവിനെ ധരിച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നീതിമാന്മാരാണെന്നാ പറഞ്ഞു. പുതു മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മളെ രണ്ട് മാനസാന്തരപ്പെട്ട് പാപിന്ന് പുറത്തു വന്ന് പുതുമനുഷ്യനെ എടുത്ത് ധരിച്ചതല്ല. നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോ നമ്മളിലേക്ക് ദൈവം വന്ന് വസിക്കുക. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതുമനുഷ്യൻ ധരിച്ചിരിക്കുന്നതെന്ന് പറയും. ഇവിടെ നിന്നിട്ട് കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കും, നീതി ചെയ്യുന്ന നീതിമാനാകുന്നു. അപ്പൊ ആരും നമ്മളെ തെറ്റിക്കരുത്. എന്താ ചില ആൾക്കാർ പലപ്പോഴും പറയാം, നീ വലിയ നീതിമാനൊന്നും അല്ല, നിന്നെ നീതി ഒന്നുമില്ല, നീതീകരണം ഒന്നുമില്ല. നമ്മളോട് തന്നെ നമ്മുടെ മനസാക്ഷി നമ്മളോട് ചോദിക്കാണ്ടല്ലേ.
ഇപ്പം ഹല്ലേലൂയ, എല്ലാവർക്കും പറ്റുന്ന കാര്യം വെച്ചാൽ അന്ന് എനിക്കൊന്ന് ആൻമോളെടുത്ത് പ്രസംഗിച്ച വചനഭാഗം എനിക്ക് പെട്ടെന്ന് ഓർമ്മ. ആമേ ഹല്ലെ, പാപം ചെയ്ത് ഹല്ലേലൂയ, ആമേ ഒന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയി, അല്ലെങ്കിൽ അറിയാണ്ടാണെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിൽ വീണു പോയിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്ന് പറഞ്ഞ് നമ്മളോട് പറയും, ഇനി ദൈവം നിന്നെ സ്നേഹിക്കത്തില്ല, ദൈവം നിന്നെ വിശുദ്ധനെന്ന് കാണത്തില്ല, ദൈവം നിന്നെ നീതിമാനെന്ന് വിളിക്കത്തില്ല, നീ പാപിയാണ് എന്ന് ആരൊക്കെ നമ്മളോട് പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവത്തിന്റെ നീതീകരണം നമ്മളിൽ ലഭിച്ചത് മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. കാരണം നമുക്ക് ദൈവത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വം നമുക്ക് നൽകിയിരിക്കുന്നു. അത് ഒരിക്കലും മാറിപ്പോകുന്നില്ല. എപ്പോഴും അപ്പനും മക്കളും എന്നുള്ള റിലേഷൻഷിപ്പ് എന്നുമുണ്ട്. പക്ഷെ പലയിടത്തും നമുക്ക് പറ്റും, നമ്മൾ അകന്നു പോകാൻ കരുതി നമ്മൾ ഫെലോഷിപ്പ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അകന്നു പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന എല്ലാവരുമായിട്ട് നമുക്കൊരു ഫെലോഷിപ്പ് ഉണ്ടല്ലേ. കാരണം എന്താ, നമ്മളെപ്പോഴും പൈസ ജയിക്കുകയോ വിളിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കാണുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ട് ഞാനിപ്പോ കുറെ നാളുകളായിട്ട് ബിജി സിസ്റ്റർ ഒരു എനിക്കില്ല. ഹല്ലേലൂയ. ഞാൻ വിളിക്കാറില്ല, സംസാരിക്കാറില്ല, മെസ്സേജ് അയക്കാറില്ല, ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഫെലോഷിപ്പ് നഷ്ടപ്പെടും. പക്ഷെ റിലേഷൻഷിപ്പ് അവിടെ കിടപ്പുണ്ട്. എന്താ, ക്രിസ്തുവിൽ നമ്മൾ സഹോദരങ്ങളാ. മനസ്സിലായി? ഇതുപോലെ തന്നെ ദൈവവുമായിട്ടും അതെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് അവിടെ തന്നെ ഉണ്ട്, അപ്പനും മക്കളും. അത് ഒരിക്കലും മാറിപ്പോകത്തില്ല. എത്രയോ മക്കള് അമ്മയുടെ അപ്പൻ്റെ അടുത്ത് പിണങ്ങിയൊക്കെ നാട് വിട്ടൊക്കെ പോകുന്നതിന് നമ്മുടെ മേഘാലയ 2 പുത്രന്മാരുണ്ടായിരുന്ന ഒരു പുത്രൻ അവിടെ നിന്ന് സമ്പത്തെല്ലാം വാങ്ങിച്ച് എല്ലാം അവസാനിപ്പിച്ച് ആയിരിക്കും എല്ലാം എനിക്ക് ഓഹരിയൊക്കെ എത്താ, എന്റെ പാവൊക്കെ എത്താന്നൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കിയായിരിക്കും വാങ്ങിയത്. അപ്പോഴൊക്കെ കൊടുക്കുമ്പോൾ ചില പിതാമാതാക്കളൊക്കെ കഴിഞ്ഞു കേട്ടോ, നമ്മളെ ബന്ധമൊക്കെ തുടങ്ങി, ജീവിതത്തിൽ നമ്മളെ ബന്ധമൊന്നും ഇല്ലെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേങ്കില് അപ്പനും മകനും എന്നുള്ള ബന്ധം അവിടെ കിടക്കുന്നുണ്ട്, അപ്പൻ എന്നും നോക്കിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവ് അപ്പൊ നമ്മള് പാപം നമ്മള് എന്നിട്ട് കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റി, അവൻ നീതിമാനായിരിക്കും, നീതി ചെയ്യുന്നത് നീതിമാനാകുന്നു. അപ്പൊ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു ഇവിടെ പറയുമ്പം ആ നീതിയിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നവൻ നീതിമാനാകുന്നു. ഹല്ലേലൂയ. അടുത്ത നമ്മള് അവിടെ നമ്മള് ഇത് എന്താ പറയാ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ പരിശുദ്ധാത്മ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നടത്താൻ വേണ്ടി നമ്മൾ അഭ്യസിപ്പിക്കുക ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നിട്ട് പറയും, ഒരു കള്ളം പറയും, ഉള്ളിൽ നിന്ന് പറയും, മോളെ നീ പറഞ്ഞ കള്ള, നീ പറഞ്ഞ കള്ള, നീ പറഞ്ഞ കള്ള. ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് പരിശുദ്ധം ഇങ്ങനെ നമ്മളോട് പറഞ്ഞ് നമുക്ക് ആകപ്പാട് ഒരു കള്ളം പറഞ്ഞല്ലോ എന്ന് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ അകത്തൊരു ഇത് വരും. അപ്പൊ നമ്മൾ ദൈവമേ സോറിയൊക്കെ പറഞ്ഞ കർത്താവിനോട് സോറിയൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കള്ളം പറയാൻ വായ തുറക്കും മുമ്പ് എന്നോട് ആലോചിക്കും. അങ്ങനെയല്ലേ പരിശുദ്ധൻ നമ്മളെ ഗൈഡ് ചെയ്യുന്ന? അങ്ങനെയല്ലേ? പണ്ടൊക്കെ അത്യാവശ്യം കള്ളൊക്കെ പറയാൻ ആർക്കും ഒരു മടിയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഇപ്പൊ കള്ളം പറയണമെങ്കിൽ മടി. കാരണം വെച്ച് കഴിഞ്ഞാല് പരിശുദ്ധാത്മ ഉള്ളിലിരുന്നിട്ട് ഹല്ലേലൂയ കള്ളം പറഞ്ഞ നമ്മളെ ഹല്ലേലൂയ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മളെ നീതിയിൽ, ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ നടക്കാൻ വേണ്ടി നമ്മളെ അഭ്യസിപ്പിക്കുക. ഈ നമ്മളിപ്പോ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പോലും ഈ തമാശയൊക്കെ പറയുമ്പം നമ്മൾ പറയത്തില്ല, ഈ എന്താ പറയാ, ഈ നമുക്ക് ഒരു സഭ്യമല്ലാത്ത ഭാഷയൊക്കെ വന്നു കഴിഞ്ഞാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പെട്ടെന്ന് പണ്ടൊക്കെ ലോകപരമായിരിക്കും നമ്മൾ എന്ത് തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ചിലപ്പോ ഈ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ സഭ്യമല്ലാത്തൊരു വാക്ക് വന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാ നമ്മൾ നമ്മൾ ഇരിക്കുന്നവൻ അതിന് ഇഷ്ടമില്ലാത്ത, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മളിരിക്കുന്ന നീതിമാനായ ക്രിസ്തുവാ. നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതി ഈ ലോകത്തിന്റെ നീതിയല്ല, പരിശുദ്ധനിൽ പരിശുദ്ധൻ അല്ലെ, അത്യുന്നതങ്ങളിൽ അത്യുന്നതൻ എന്ന് നമുക്ക് എന്താ പറയാ, വിശുദ്ധിയിൽ ഭയങ്കരനായ
ദൈവത്തിന്റെ നീതിയെ നമുക്ക് ലഭിച്ച്. അപ്പൊ ആ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തിന്റെ ദൈവത്തെ നമ്മൾ ധരിച്ചിരിക്കുമ്പോൾ, ദൈവം നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ശ്രദ്ധ വെക്കാൻ തുടങ്ങും. ആരെ ഇത് പഠിപ്പിക്കുന്നതാണ്? പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നീതീകരിക്കുക മാത്രമല്ല, ഈ നീതിയിൽ നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകാനും നീതിയിൽ നടക്കാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് ആർക്കും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം സ്വന്തമായിട്ട് ഒരു കാര്യത്തിലും നമുക്ക് നമുക്ക് നമ്മളെ നന്നാക്കി കൊണ്ടുവരാന് നമ്മളെ നമ്മള് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ നമ്മൾ കേട്ട് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു വചനം. ഈ വചനമാണ് നമ്മൾ ഓരോ ദിവസവും എന്താ പറയാ മോൾഡ് ചെയ്യുന്നത്. അതെന്തിനാ മോൾഡ് ചെയ്യുന്നത്? ഹോളിനെസ് മോൾഡ് ചെയ്യുന്നത്. വിശുദ്ധിയിലാണ് നമ്മൾ നടത്തുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ മോൾഡ് ചെയ്യുക ഓരോ ദിവസവും. നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് പഴയതുപോലെ ഒരിക്കലും ആകാൻ കഴിയാത്തത്. കാരണം യഥാർത്ഥമായി ക്രിസ്തുവിനെ ധരിച്ചവർ, യഥാർത്ഥമായ രക്ഷയുടെ സന്തോഷം അറിഞ്ഞവർ, യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവ കൃപയെ നിൽക്കുന്ന ഒരിക്കലും പഴയ പോലെ ആകാൻ പറ്റും. നമുക്ക് ഒരിക്കലും ബാക്ക് ടു ആ പഴയ ലൈഫിലേക്ക് പോകാൻ പറ്റത്തില്ല. എത്രയൊക്കെ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഇതിൽ വന്നിട്ട് കഷ്ടതയല്ലേ, ബുദ്ധിമുട്ടല്ലേ, പ്രയാസമല്ലേ, എന്നിട്ട് എന്തിനാ ഇതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ചോദിക്കാണ്ട് ഇത് വിട്ടിട്ട് പോന്നൂടെ? പക്ഷെ എത്ര കഷ്ടതയാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും, എത്ര പ്രയാസമാണെങ്കിലും നമുക്ക് ലഭിച്ചൊരു സന്തോഷമുണ്ട്. ഇത് നമുക്ക് ലോകത്തിലെ എന്തൊക്കെ ലഭിച്ചാലും നമുക്ക് കിട്ടത്തില്ല ഈ സന്തോഷം. ഒന്നുമില്ലേലും കുഴപ്പമില്ല, കർത്താവിൻ്റെ കൂടെ കർത്താവിൽ നമുക്ക് സന്തോഷിക്കുക, അതാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അതിൽ നിന്ന് മാറ്റി മറ്റെന്തൊക്കെ പകരം കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർ ഒരിക്കലും കൺവിൻസ് ആകത്തില്ല, അവരൊരിക്കലും സാറ്റിസ്ഫൈ ആകത്തില്ല. ഈ ഇരിക്കുന്ന എല്ലാരെ കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾക്ക് മറ്റു ലോകത്തിൽ എന്ത് കിട്ടുന്നതിനെക്കാട്ടിയും കർത്താവിനോട് ചേർന്നിരിക്കുന്നത് ഇഷ്ടം. പക്ഷെ പലരും ഉണ്ട് രക്ഷയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് പോലും ആ രക്ഷയുടെ സന്തോഷത്തെ ഗണ്യമാക്കാതെ വീണ്ടും മോഹത്തിന്റെ ചതിക്കുഴികളിലേക്ക് ഓടി നടക്കുന്നവരുണ്ട്. കാരണം അവരുടെ നോട്ടം എപ്പോഴും ലോകത്തിലാണ്. ആ ലോകത്തെ നോക്കുന്നവൻ നമ്മൾ ഇന്നലെ ഞാനിങ്ങനെ സാജു ബ്രദറിന്റെ ഇങ്ങനെ മെസ്സേജ് കേട്ടിരുന്നപ്പോൾ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാകണം. കാരണം മോശയെ കുറിച്ച് അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മ വന്നിട്ട് പെട്ടത് മോശയെ കുറിച്ച് പറഞ്ഞത്, മോശ മിസ്രൈമിലെ ധനത്തെക്കാട്ടി ഉപരി ക്രിസ്തുവിന്റെ നിന്ന സഹിക്കാനെ തെരഞ്ഞെടുത്തു. ഇത് വെച്ച് നോക്കിയ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കാനായിട്ട് നിൽക്കുമ്പം അതെല്ലാം കളഞ്ഞിട്ട് ആ സുഖഭോഗങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ നിന്ന് സഹിക്കാനായിട്ട് അത് തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തപ്പം സാധാരണ ഒരു മനുഷ്യന്റെ ചിന്താഗതി അല്ല അത്, ഒരു വ്യത്യസ്തരായ മനുഷ്യന്റെ ചിന്താഗതി അത് അല്ലേ. സാധാരണ മനുഷ്യൻ എന്താ, നമ്മളായിരിക്കുന്നത് നമുക്ക് കിട്ടുക. നമ്മളിപ്പോ ഇപ്പൊ പറയാ ക്രിസ്ത്യാനികളാണ്, പെന്തക്കോസ്തുകാരാണ്, പറയും ദൈവം കൊണ്ടാക്കിയതല്ലേ ആ പൊസിഷനിലേക്ക്, ദൈവം തന്നതല്ലേ ഈ നന്മ അല്ലെ, ദൈവം ആക്കി വെച്ചിരിക്കുന്നത് നിൽക്കാൻ പാടില്ലേ, അവിടെ നിന്ന് ഓടി വന്ന് വിട്ടിത്തല്ലേ എന്ന് ചോദിക്കുന്നില്ലേ? ഹല്ലേലൂയ, ആമീൻ. പക്ഷേ അവിടെ ആ മനുഷ്യൻ വ്യത്യസ്തനാണ്. എന്താ നടക്കുക? ഇതൊന്നും അല്ല, ഇതിനെക്കാട്ടിയൊക്കെയാണ് എൻ്റെ ജനത്തിന്റെ കഷ്ടതയിൽ പങ്കാളി ആകുക എന്ന് പറഞ്ഞു. അപ്പൊ വ്യത്യസ്തനായി ചിന്തിക്കുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ വലിയ ഉദ്യോഗം ഉണ്ടായിരുന്നു കാണും, വലിയ പൊസിഷൻസിൽ വലിയ സമ്പത്തിലിരുന്ന് കാണും. പലരെയും പഴയ കാലത്തൊക്കെ, ഇപ്പോഴത്തെ കാലത്ത് പഴയ കാലത്തൊക്കെ കർത്താവ് വിശ്വാസത വരുന്നവരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെ. അവർക്ക് പിന്നെ ഒന്നും കൊടുക്കില്ല, അവരുടെ വീട്ടിൽ ഒരു അവകാശം അവർക്ക് കൊടുക്കാറില്ല. അവരെ പുറന്തള്ളിക്കളയും. പക്ഷെ അവര് പറയും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കിട്ടി, ഇത് മതിയെന്ന് പറയും. അപ്പൊ ലോകത്തിലേക്കല്ല നമ്മൾ ഓരോ ദിവസം നമ്മളെ കൂടെ നടന്ന് നമ്മളെ ഉപദേശിച്ച് നമ്മളെ നീതിയിൽ തന്നെ നടക്കാനായിട്ട് നമ്മളെ ഒരാളെ അഭ്യസിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ നീതീകരണം അല്ല നമ്മൾ വന്നത്, ദൈവത്തിന്റെ നീതീകരണം. പക്ഷെ ഈ ദൈവത്തിന്റെ നീതീകരണം നമ്മൾ വന്നപ്പോഴും നമ്മൾ ഈ നീതീകരണത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ദൈവം തന്നെ നമ്മളെ സഹായിക്കുക. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മൾ ഓരോ ദിവസം ആ നീതിയിലേക്ക് നടത്തുവാനായിട്ട് നമ്മളെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ റോമാലേഖനം 6:19 വായിക്കും സിസ്റ്റർ.
നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന് അശുദ്ധിക്കും അധർമ്മത്തിന് അടിമകളായി സമർപ്പിച്ചു ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിന് നീതിക്ക് അടിമകളായി സമർപ്പിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെ, എല്ലാ അവയവങ്ങളും കൂടുമ്പോഴാണ് നമ്മുടെ ശരീരമുള്ളത്. അല്ലേ? ഇത് പണ്ടൊക്കെ നമ്മൾ അധർമ്മത്തിന് അശുദ്ധിക്കും വേണ്ടി പലരെ അടിക്കാനൊക്കെ നമ്മൾ കൈ പൊങ്ങിട്ടില്ലേ, അടിച്ചിട്ടില്ലേ, തല്ലിയിട്ടില്ലേ, വഴക്ക് പറഞ്ഞിട്ടില്ലേ, ഉപദ്രവിച്ചിട്ടില്ലേ? ഇതെല്ലാം ചെയ്തപ്പം പല അധർമ്മത്തിനും അനീതിക്കും ഒക്കെ അശുദ്ധിക്കും ഒക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് നമ്മുടെ അവയവങ്ങളെ ഓരോന്ന് നീതിക്കും വിശുദ്ധിക്കുമായിട്ട് സമർപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ അവയവങ്ങളിലൂടെയാണ് നമ്മൾ ശരിക്കും പാപികളായി പോകുന്നത്. അല്ലേ? നമ്മുടെ അവയവങ്ങളല്ലേ നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുവന്ന്. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന എന്ത് കാണുന്നു എന്ന് തീരുമാനിക്കുന്നത് കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളിൽ അത് വിശുദ്ധിയുള്ളതാണോ, നീതിയുള്ളതാണോ, അധർമ്മമാണോ, എന്ത് അശുദ്ധിയാണോ എന്നൊക്കെ നമ്മുടെ അവയവം കേൾക്കാനായിട്ട് നമ്മുടെ കാത് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം കൈ നീട്ടുമ്പോൾ, കരം നീട്ടുമ്പോൾ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അവർ കൈവച്ചല്ലേ കൈക്കൂലി വാങ്ങുന്നത്? ഹാലയില്ല. അതുപോലെ ഒരാളെ തല്ലാനായിട്ട് കൈവച്ചില്ലേ? നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും മറ്റുള്ളവരെ തകർത്ത് കളയത്തക്ക രീതി ഭാഷ നമ്മുടെ വായന്ന് വരുന്നില്ലേ? അപ്പൊ ഇതെല്ലാം നമ്മുടെ അവയവങ്ങളിലൂടെയാണ് നമ്മൾ നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മൾ ദൈവത്തെ പോലെ ആകാനാണ്. ഞാൻ പറയാം, ഇപ്പോൾ നമ്മളൊരു 10 ഹല്ലേലൂയ കൂടുതൽ പറഞ്ഞിട്ടും 10 സ്തോത്രം പറഞ്ഞിട്ടും മറ്റുള്ളവരെ നമ്മൾ വിശ്വാസികളെന്ന് അറിയിക്കുകയല്ല വേണ്ടുന്നത്. നമ്മളിലൂടെ ക്രിസ്തുവിനെ വരച്ച് കാട്ടിക്കൊണ്ടായിരിക്കണം അവരുടെ മുമ്പിൽ നമ്മൾ വിശ്വാസി എന്ന് പറയണം. അല്ലേ? ചിലപ്പോൾ ആൾക്കാരൊക്കെ കുറച്ച് നമ്മൾ കൈയടിച്ച് ഉച്ചത്തിൽ പാടുമ്പോൾ വെള്ളിയിട്ട് നടക്കുമ്പോൾ ബൈബിള് കൈ പൊക്കി പിടിച്ചോണ്ട് നടക്കുമ്പോഴൊക്കെ മറ്റുള്ളവർ നമ്മൾ വിശ്വാസിയാന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വിശ്വാസി എന്ന് മനസ്സിലാക്കി ഇതൊന്നും ചെയ്തില്ലേലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർ ഇടപെടുമ്പോൾ നമ്മളുടെ ക്രിസ്തു വെളിപ്പെട്ടാൽ അവർക്ക് മനസ്സിലായിക്കൊള്ളും ഇവർക്ക് എന്തൊരു വ്യത്യാസമുണ്ടെന്ന്. ഹല്ലേലൂയ. ചില ആൾക്കാരൊക്കെ പറയാമല്ലോ, നമുക്ക് ജീവിതം സംസാരിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു സമാധാനം വന്ന്, എന്തോ ഒരു സന്തോഷം വന്ന പോലെ തോന്നുന്നു. എന്നെ ഒന്നും കണ്ട ആരും വിശ്വാസിയാണെന്ന് ഇങ്ങോട്ട് ചോദിക്കാറില്ല കേട്ടോ. കാരണം കണ്ടാൽ ചോദിക്കത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു വേഷവിധാനത്തിലോ അതിലൊന്നിലും നമുക്കൊരു ഞങ്ങളുടെ അമ്മയെ നോക്കുന്ന ഡോക്ടർ എപ്പോഴും ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കാം. എന്ത് ബോസാണോ? ഞാൻ പറ അതെ, കമലമാല ഇട്ടേക്കുന്നില്ല ഡോക്ടർ പിന്നെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും, കമലമാല ഊരാൻ ആരോട് പറഞ്ഞിട്ടില്ല, എന്നുണ്ടെങ്കിൽ ഊരിയിട്ടില്ലെന്ന് പറയും കേട്ടാ. ഇവിടെ ഉള്ളവരൊക്കെ ഊരിയിട്ട് നടക്കുന്ന എന്ന് പറയും. എന്നിട്ട് എന്റെ ബന്ധുക്കളും ഉണ്ട്. എന്നിട്ട് അമ്മ എന്നിങ്ങനെ അമ്മയുടെ എന്താ പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ ചോദിക്കുമ്പോ അമ്മ ഇവർക്ക് വേറെ എന്നൊക്കെ പറയുമ്പോഴാ പാസ്റ്ററാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പുള്ളിക്കാരന് ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു കൊടുക്കും, നല്ലതല്ലേ, അവര് പ്രാർത്ഥിക്കുന്നവരല്ലേ. എന്നൊക്കെ അമ്മച്ചിക്ക് എന്താ കൂടെ പോയാലെന്നൊക്കെ ചോദിക്കും. കാരണം വെച്ചാൽ അവർക്ക് അറിയാം അവരുടെ ബന്ധുക്കൾ ആരൊക്കെ ബന്ധക്കോസിലുള്ളത് കൊണ്ട്. പക്ഷെ പുള്ളി കണ്ടേക്കുന്ന കമ്മലും മാലയൊക്കെ ഊരിയ കണ്ടേക്കുന്നത്. അപ്പൊ ഇല്ലാതിരിക്കുമ്പോ ഊരാത്തത് കൊണ്ട് അതെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ കമ്മലും മാലയിലും ഒന്നും അല്ല നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്തു വെളിപ്പെടണം. ഞാൻ കമ്മലും മാലയൊക്കെ ഊരി വെച്ച് എന്നിട്ട് എവിടെയെങ്കിലും ചെന്നിട്ട് വായ തുറന്ന് മറ്റുള്ള കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് അസൂയം പറഞ്ഞ് കുശുമ പറഞ്ഞ് നടക്കുന്നെങ്കിൽ എന്ത് വിശ്വാസിയാണെന്ന് അവർ തെളിയിക്കുന്നത്? അവിടെ എന്ത് ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? അപ്പൊ ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടണം. നമ്മുടെ ജീവിതത്തിലാണ് ക്രിസ്തുവിനെ വരച്ച് കാണിക്കേണ്ടത്. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വരച്ച് കാണിക്കണം. അവിടെ മറ്റുള്ളവർക്ക് നമ്മളോട് സ്തോത്രം. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്ന് അറിഞ്ഞാണ് ക്രിസ്തുവിനെ. അതുപോലെ തന്നെ മറ്റുള്ള ആർക്ക് വേണ്ടിയിട്ടും നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നതിനെ വിട്ടിട്ട്, ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും, അപ്പനായിരിക്കും, അമ്മയായിരിക്കും, മക്കളായിരിക്കും, നമ്മളെ ജോലി ചെയ്യുന്നിടത്ത് ബോസ് ആയിരിക്കും, ആര് പറഞ്ഞാലും യേശു പറയുന്ന അപ്പുറത്തേക്ക് നിങ്ങളൊന്നും ചെയ്യും. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കർത്താവിന് തന്നെ കൊടുക്കണം. ഒരു സമയത്തേക്ക് ഇച്ചിരി സമയത്ത് നീ ഇതൊന്ന് ചെയ്തേക്ക് പറയണം. നോ,
ഇതെന്റെ യേശുവിന് ഇഷ്ടമല്ല, എന്റെ കർത്താവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യത്തില്ല. ഇത് ചെയ്തിട്ട് കിട്ടുന്ന നേട്ടം എനിക്ക് വേണ്ട എന്ന് വെക്കാൻ പഠിക്കണം. നമ്മൾ ഓരോരുത്തരത്ത് ഓരോ സ്ഥലത്തൊക്കെ ചെല്ലും. ഞാൻ പറയാറുണ്ട് കേട്ടോ, ഞാൻ ബോൺ അഗെയിനാന്ന് പറയപ്പെടും ചെല്ലുമ്പോൾ. ജോലിക്കൊക്കെ ജോലി അപ്പൊ അവിടെ അപ്പൊ നമ്മളെ ബോസ് അവരോടൊക്കെ പറയും. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഹാലില്ല നമ്മളോട് കള്ളത്തരം ചെയ്യാനൊക്കെ പറഞ്ഞ പറയും, ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ സംഭവം, പക്ഷെ നമുക്ക് അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട്. നമ്മുടെ ദൈവം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നും നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന അവസരം അത് നമ്മൾ ഉപയോഗിക്കണം. എല്ലാവരും ലോകം ഓടുന്ന പോലെ, ലോകം പണ്ടൊക്കെ പറയാം നാട് ഓടുമ്പോൾ നടുവേ ഓടണം, നടുവേ ഓടിയ നടുവും തല്ലി വീഴും, അത്രേ ഉള്ളൂ. പറയാം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കാരണം നമ്മൾ നാട് ഓടുന്ന ഓടാനുള്ളവരല്ല, ദൈവം നടത്തുന്ന കണക്ക് നടക്കാനുള്ളവരാ. പരിശുദ്ധാത്മ നമ്മളെ ഗൈഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് അഭ്യസിപ്പിക്കണം. എവിടെയെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കള്ളത്തിലൊക്കെ കാണിച്ച് എന്തെങ്കിലും കുരുത്തക്കെടൊക്കെ കാണിച്ച് വരുവാണെങ്കിൽ അവരെ അത് പറഞ്ഞ് തിരുത്തി കൊടുക്കണം ഓരോ ദിവസവും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോകും നമ്മൾ അറിയണം, അവരെന്ത് ചെയ്യുന്ന നമ്മൾ അറിയണം. അവരാരെയൊക്കെ കാണുന്നത് നമ്മൾ അറിയണം, അവർ ആരോടൊക്കെ സംസാരിക്കും നമ്മൾ അറിയണം, ആരോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന അവരുടെ ക്വാളിറ്റി എന്താന്ന് നമ്മൾ അറിയണം. കുഞ്ഞുങ്ങളെ എന്നിട്ട് അവരെ പോലെ ആകാനല്ല നമ്മൾ അവരെ പഠിപ്പിക്കണ്ടേ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മളെ പോലെ ആകണം. സാധാരണ പേരൻസിനുള്ള സ്വഭാവമല്ലേ, അപ്പുറത്തോരെ കാണും ഇപ്പുറത്തോരെ കാണും, അവനെ കണ്ടു പഠിക്കും ഇവരെ കണ്ടു പഠിക്കും. എന്തിനാ അവരെ കണ്ട് ഇവരെ കണ്ടും പഠിക്കുന്നത്? പറയാമല്ലോ കുഞ്ഞുങ്ങളോടൊക്കെ, സ്കൂളിൽ പഠിക്കും കുഞ്ഞുങ്ങളോടൊക്കെ ഒന്ന് ഫസ്റ്റ് കാണിക്കുന്ന പിള്ളേരെ അവരെ കണ്ട് പഠിക്കണം, ഇവരെ കണ്ട് പഠിക്കുന്നു പറയും. ആ പറയുന്നതിന് തെറ്റാ. കാരണം നമ്മുടെ മക്കളോട് നമ്മളെ കണ്ടുപഠിക്കാൻ പറയണം, അതിനുള്ള ഗട്സ് നമുക്ക് ഉണ്ടാകണം. നമ്മളെ കണ്ടു പഠിക്കാൻ പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി ഉണ്ടാകണം. നമുക്കത് പറയാൻ നമ്മൾ പറയുന്ന ആംബിയർ ഉണ്ടാക്കണം. അതിന് അവര് തിരിച്ച് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കരുത്. അമ്മ ഇങ്ങനെയൊക്കെ നിന്നിട്ടാണോ അമ്മ ഞങ്ങളോട് പറയുന്നത്, അമ്മ ഇങ്ങനെ, അമ്മയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അമ്മ പെന്തക്കോസ്ത് വിശ്വാസികളാണ്, അമ്മ നേഴ്സാണ്, അപ്പൻ ഓരോരുത്തരുടെ ട്രസ്റ്റിയാണ്. മകൻ സ്കൂളിൽ എക്സാമിന് കോപ്പി അടിച്ചപ്പം അപ്പനും അമ്മയും കണ്ട എന്തിനു നാണക്കെടാ നീ ചെയ്തത്, നീ ഇത് ചെയ്യാൻ പാടണം, നീ ഒരു വിശ്വാസിയില്ല. എന്നിട്ട് കോപ്പി അടിച്ചിട്ട് ടീച്ചർ നിന്നെ പിടിച്ചിട്ട് പുറത്താക്കി, ഞങ്ങൾക്ക് എന്ത് നാണക്കെടാ. അപ്പൊ മകൻ ചോദിച്ചു, അപ്പൻ എന്തായിട്ടാ അവിടെ ചെയ്യുന്ന, അവിടുത്തെ കാശൊക്കെ അടിച്ച് വീട്ടിൽ കൊണ്ട് മാറ്റിക്കൊണ്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചു. അതെ, പാവപ്പെടുത്തി ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തരുന്ന മരുന്നല്ലേ ഇതൊക്കെ, ഈ മരുന്നല്ല അമ്മ എടുത്തൂടെ കൊണ്ടുവച്ചിട്ട് ഉപയോഗിക്കുന്നില്ലേ. അപ്പൊ അമ്മയും അപ്പനും ചെറുത്രയും കള്ളത്തൊന്നും ഞാൻ ചെയ്തില്ല, ഞാനൊരു ചെറിയ കോപ്പി അടിച്ചത്. എന്താ അവന് ചെയ്യാൻ കാരണം വെച്ചാ അവന്റെ അപ്പനും അമ്മയും ചെയ്യുന്നത് കണ്ട അവൻ ചെയ്തേക്കുന്നു. ഹോസ്പിറ്റലിൽ പേഷ്യൻസ് കൊടുക്കേണ്ട മരുന്നാ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരുപയോഗിക്കാൻ ബന്ധുക്കൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് കാണിച്ചിട്ട് ഇത് ചെയ്യുമ്പോ പറയാം, ഞാൻ ഈ ഒരിക്കൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന്, ഞാൻ പണ്ടൊക്കെ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ പെണ്ണെടുത്ത് കൊണ്ടുവരുന്ന സ്വഭാവം ഉണ്ടെന്ന് കൈ, ചിലപ്പോൾ നമ്മൾ ബാഗിലെടുത്തിടും, ഓഫീസിലെ പെൻ തന്നെ എടുത്തിടും എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് എഴുതിയൊക്കെ ചെയ്യും. അപ്പം എനിക്കൊന്ന് ഹാൻഡ്മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവർക്ക് ഒരു റെഡ് പെൻ വേണം. അപ്പോൾ അമ്മ ഓഫീസിൽ ഒരു പെണ്ണെടുത്തോണ്ട് തന്നെ ചുമന്ന ഞാൻ പെന്നെ കൊണ്ടുവരാൻ റെഡ്, പക്ഷെ ഓഫീസിൽ പെണ്ണെടുക്കത്തില്ല. കാരണം അതെന്താ അമ്മ ഓഫീസിൽ എടുക്കാത്ത? ഞാൻ എടുക്കാൻ പാടില്ല. അമ്മ ചെയ്ത ഒരു കാര്യം ഒരു പെന്നായിരിക്കും. നമ്മൾ സാധാരണ നമ്മൾ ബാഗിലൊക്കെ എടുത്തിട്ടില്ലേ ഓഫീസിൽ പെന്ന്, കുഞ്ഞു കുഞ്ഞു റൈറ്റിംഗ് പാഡ് ഇതൊക്കെ. പക്ഷേല് ഈ മെസ്സേജ് കേട്ടതിന് ശേഷം അവള് വേണമെന്ന് പറഞ്ഞാൽ താഴെ സൂപ്പർ മാർക്കറ്റ് പോയി മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക. ഓഫീസ് ഒരു പെന്ന് പോലെ എടുത്ത് അവിടെ ബാഗിലിട്ട് വീട്ടിൽ കൊണ്ടുപോകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് ചെയ്യുന്ന അതുകൊണ്ടാണല്ലോ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് അവള് പറഞ്ഞു അമ്മ ഓഫീസ് ഒരു പെന്ന് എടുത്തോണ്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മൾ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാതൃക, അല്ലെങ്കിൽ ആ മകൻ ചോദിച്ചണക്ക് ചോദിക്കും, അമ്മ ഇത് ചെയ്യുന്നില്ലേ, അപ്പൻ ഇത് ചെയ്യുന്നില്ല, പിന്നെ എനിക്ക് എന്താ ഇത് ചെയ്തത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നീതിയിൽ നടക്കണമെങ്കിൽ അവർ നല്ല മക്കളായി മാറണമെങ്കിൽ അവർ സത്യസന്ധരായി ജീവിക്കണം, നമ്മൾ അവരെ അഭ്യസിപ്പിക്കുക തന്നെ വേണം. വെറുതെ അവരെ തല്ലി വഴക്ക് പറഞ്ഞും അഭ്യസിപ്പിക്കുകയല്ല, നമ്മൾ കാണിച്ചു കൊടുത്ത് അവരെ അഭ്യസിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ അടുത്ത നമ്മൾ സമാധാനത്തിന്റെ സുവിശേഷം എന്ന ചെരുപ്പ്, റോമൻസ് 5:1 വായിക്കൂ സിസ്റ്റർ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ നമ്മളെ നമ്മളെ നിരപ്പിച്ചത് ഹാലേലിയ അവൻ കർത്താവ് യേശു ക്രിസ്തുവാണ്. ദൈവത്തെയും മനുഷ്യരെയും ഹാലേലിയ അവൻ ഒരുമിച്ച് നിരപ്പിച്ച് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പോകുന്നതും പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു വന്ന് ലോകം തരുന്നത് പോലെയല്ല യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സമാധാനത്തിലേക്ക് എത്തിയോ? ഇല്ല. കാരണം നമ്മൾ സമാധാനം ഉണ്ട്, സമാധാന പ്രിയ സമാധാനമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേല് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. എന്താ വിശ്വാസത്താൽ ഇവിടെ പറയുന്ന വിശ്വാസം നീതീകരിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്കൊരു സമാധാനം ഉണ്ട് ദൈവത്തോട്. ഇവിടെ പറയുന്ന ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾ ഇത് എങ്ങനെയാ അത് വർക്ക് ചെയ്യും? ഈ സമാധാനം നമ്മൾ എങ്ങനെയാ തരുന്നത്? എങ്ങനെയാ വരുന്നത്? നമ്മളെപ്പോഴാ സമാധാനിക്കുന്നത്? ഞാൻ പറയാം, സിസ്റ്റർ നാളെ ഒരു വലിയ പ്രശ്നം അല്ലെ, ഡോക്ടർ ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ട് പറയാം, സിസ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര ഒരു രോഗം ഇല്ല കേട്ടോ, ചുമ്മാ തമാശ ഒരു എക്സാമ്പിൾ കേട്ടോ, രോഗമുണ്ട് എന്ന് പറയുമ്പം സിസ്റ്റർ അയ്യോ എനിക്ക് ആ രോഗം ഞാനിനി എന്തോ ചെയ്യും, എന്റെ ജീവിതം കൊണ്ട് അയ്യോ എന്ന് പറയുന്ന നാട്ടുകാരും ലോകക്കാർ പറയുന്നതൊക്കെയാണോ പറയുന്നത്? അല്ല. അപ്പൊ നമ്മള് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. എന്താ പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശ് രക്തം കൊടുത്തത് എന്റെ ഈ രോഗത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ അതന്ന് 2025 വർഷം മുമ്പേ ചെയ്ത് കഴിഞ്ഞു. എന്താ? ആ അടിപ്പഴം എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഈ രോഗം ഈ രോഗത്തെ ഞാൻ പേടിക്കത്തില്ല. ഈ രോഗം എന്നിൽ വന്നെങ്കിൽ ദൈവത്തിന് ഹല്ലേലൂയ ദൈവനാമം മഹത്വം എടുക്കാൻ വേണ്ടി എന്തോ ഒരു കാരണമാണെന്ന് 10 ഹല്ലേലൂയ കൂടുതൽ പറയും. സ്തോത്രം പറയും. ഹല്ലേലൂയ. നമ്മുടെ മറ്റേ അടുത്ത ഒരു സഹോദരിയുണ്ട്, പുള്ളിക്കകത്ത് ക്യാൻസർ ആണ്. ഡോക്ടേഴ്സ് ഡിറ്റക്ട് ചെയ്ത് ഇനി അധികം നാൾ പോകത്തില്ല, കീമോ ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവത്തിന്റെ വചന, ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടെ ദൈവത്തിന്റെ പ്രവർത്തിയിൽ വർണ്ണിക്കും. ഈ വചനം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഹല്ലേലൂയ അവിടെ ചെന്നപ്പോൾ കീമോയ്ക്ക് വേണ്ടി ഇവിടുന്ന് പോയി ബുക്ക് ചെയ്ത് കീമോ ചെയ്യാൻ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറയാൻ കീമോയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഓരോ കാര്യങ്ങളിലും മാറിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു പോയി. അപ്പൊ ഇത് നമ്മളെ വിശ്വാസം നമ്മളുടെ സമാധാനം നമുക്ക് ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഓരോ ദിവസവും വളരുമ്പോഴാണ്. ആരെങ്കിലും പറയാം എനിക്കൊരു സമാധാനമില്ല സിസ്റ്റർ, ഒരു സന്തോഷമില്ല, ഹല്ലേലൂയ അങ്ങ് ഭയങ്കര ടെൻഷനാന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ വചനമില്ല. അവർക്ക് വചനം ഈ തക്ക സമയത്ത് അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല. കാരണം വചനം അവർക്ക് വേണ്ടി. അപ്പം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വസിക്കണം. എന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കണം. നമ്മളെ നിറയണം. കാരണം ദൈവ വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളത് പഠിച്ച് നമ്മൾ നിറച്ച് നമ്മൾ അതിനെ ഓർത്ത് ഈ വചനം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എന്ത് വിഷയം വരട്ടെ ആ സമയത്ത് ദൈവവചനം നമ്മളിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഞാൻ എന്തെങ്കിലും ഒരു വിഷമത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ എന്തൊരു വിഷമം എന്റെ ഉള്ളിലേക്ക് വന്ന പെട്ടെന്ന് എനിക്ക് തരുന്ന വചനമാണ്, നിന്റെ തല എത്ര മുടിയാണ് നീ അറിയാം, അതിൽ നിന്ന് താഴെ ഞാൻ അറിഞ്ഞ വീഴത്തുള്ളൂ. അത് ഞാൻ എന്തിനാ? അപ്പൊ ഞാൻ കർത്താവ് മുടി വരെ എന്റെ കർത്താവിന് എന്റെ കാര്യം അറിയാൻ പാടില്ല. പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ ആകുന്നത്? ദൈവം ചെയ്യത്തില്ല. ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെടും. നമ്മളെ ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് പറയാ ആ സമാധാനം നമ്മളിൽ നിന്ന് പോയെന്ന് വിചാരിക്കുന്ന സമാധാനം നമ്മളിലേക്ക് മടങ്ങി വരും. അപ്പൊ തന്നെ നമ്മൾ ഓരോ ദിവസവും ദൈവം നമ്മളെ എക്വിപ്പ് ചെയ്യാണ്. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത് അല്ലേ. അപ്പൊ കർത്താവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ആ സന്തോഷം നമ്മുടെ ബലമാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിൽ സന്തോഷിക്കപ്പോഴാ കർത്താവിന്റെ വചനത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത് അല്ലെ. കർത്താവിൽ സന്തോഷിക്കുക ദൈവത്തിന്റെ വചനത്തിൽ. നമ്മൾ വചനം വായിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന വചനഭാഗം എന്ന് വെച്ചാൽ സങ്കീർത്തനോ. കാരണം വെച്ചാൽ അത് വായിക്കുമ്പോൾ എന്തോ ഒരു ധൈര്യമാണ്, എന്തൊരു സമാധാനമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ദാവീദ് അവിടെയൊക്കെ എഴുതിയേക്കുന്ന ദാവീദിന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയേക്കുന്നത്. നമ്മൾ പറയത്തെ വല്ലവരും പറഞ്ഞു കേൾക്കുന്നതും സ്വന്തം ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭയങ്കര വ്യത്യാസമാണ്. ദാവീദ് പറഞ്ഞു കേട്ടില്ല, ദാവീദ് എക്സ്പീരിയൻസ് ചെയ്ത് എഴുതിയേക്കുന്ന വചനം. നമുക്ക് എല്ലാവർക്കും ദാവീദിന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ചെയ്ത ദാവീദ വചനമൊക്കെ. അതുകൊണ്ട് നമുക്ക് അത് വായിക്കുമ്പോഴെല്ലാം ഭയങ്കര സന്തോഷം. അപ്പം ദൈവത്തിന്റെ വചനം നമ്മളെ വചനത്തിൽ നമ്മൾ വസിച്ചാൽ മതി. നമ്മൾ അത് വചനം നമ്മൾ വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല. ഫിലിപ്പിലെ 4:7 ഒന്ന് വായിക്കുക സിസ്റ്റർ.
എന്നാൽ സകല ബുദ്ധിയെയും സ- കവിയുന്നു. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പൊ സകല ബുദ്ധിയും കവിത ദൈവ സമാധാനം നമ്മുടെ ഹാലിയ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശിയിൽ കാക്കുമായിട്ട്. അപ്പൊ അതെന്താ കാരണം? അവിടെ പറഞ്ഞ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടല്. അതിന് മുമ്പ് പറയുന്നത് സകലതും ഹാല എന്താ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യവും സ്തോത്രവും ദൈവത്തോട് അറിയിക്കുകയെ ഇത്രയും വേണ്ടി. എന്നാൽ അല്ല, അപ്പൊ നമ്മൾ ഹാല ദൈവസന്നിധിയിലേക്ക് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഹാല ആ വചനം നമ്മൾ ശക്തിപ്പെടുത്തുമ്പോൾ അത് നമ്മൾ എന്താ പറയാ, പിന്നെ സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനം നമുക്ക് ഹാലെ. അപ്പൊ നമ്മൾക്ക് ആവശ്യ സമയത്ത് അല്ലെ നമുക്ക് സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും, നമ്മൾ കേട്ട വചനം, നമ്മൾ വായിച്ച വചനം, നമ്മൾ പഠിച്ച വചനം നമുക്ക് ഉപകാരമായി വരുന്നില്ലെന്നാ. ഹാലല്ലേ, നമുക്ക് ഉപകാരമായി വന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ പോയി ഇരിക്കണം കേട്ടോ. കർത്താവ് എന്തുകൊണ്ടത് എന്നിൽ ക്രിയ ചെയ്യാതെ, എന്തോ പ്രശ്നം നമ്മളുണ്ട്. ഹാലയില്ല, എന്തോ ഹാലയില്ല, ദൈവവചനത്തെക്കാട്ടി ഉപരി നമ്മൾ മറ്റെന്തിനൊക്കെയോ വിശ്വസിക്കുന്നുണ്ട്. ഹാല, അതുകൊണ്ടാണ് നമ്മൾ ഹാലയിലൂയ ആമേൻ ഇത് സമാധാനം നമുക്ക് തരാതിരിക്കുന്നത്. അടുത്ത വായിക്കാം, വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത്, ഷീൽഡ് ഓഫ് ഫെയ്ത്ത് അല്ലെ, വിശ്വാസം എന്ന പരിചയമല്ലേ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കേട്ട് നീതി എന്ന കവചം നീതി എന്ന കവചം ധരിച്ചും, അടുത്ത സമാധാന സുവിശേഷം ഒരുക്കം, കാലിൽ ചെരുപ്പ്, എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുള കെടുക്കുവാൻ തക്കണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുന്നു. വിശ്വാസം എന്ന പരിചയം. ഹാലേലിയ. അപ്പൊ മറ്റുള്ളവനെയൊക്കെ കാട്ടി ഹാലേലിയ ആമേ നമുക്ക് അബ്രഹാമിന്റെ ദൈവം പറഞ്ഞതെന്ന്, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകും. ഹാലേലിയ. അപ്പൊ നമുക്ക് തന്നേക്കുന്ന പരീക്ഷ നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ കുറച്ചു മുമ്പ് കേട്ട് ഹാലേലിയ ആമേ സമാധാനം വരുന്നതിലെ കൂടെയാണെന്നറിയാം, വിശ്വാസത്തിലൂടെയാണ്. എനിക്കിപ്പോ ബിജി സിസ്റ്റർ ഭയങ്കര വിശ്വാസമാണെങ്കിൽ ബിജി സിസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സമാധാനം ലഭിക്കും അല്ലേ. സാറമ്മ സിസ്റ്റർ വിശ്വാസമാണെങ്കിൽ സാറമ്മ സിസ്റ്റർ എന്ന് പറഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം ലഭിക്കും. കാരണം വെച്ചാൽ അല്ലെങ്കിൽ സമാധാനം ലഭിക്കും. കാരണം വിശ്വാസവും സമാധാനം കണക്റ്റഡാ. ഹാലയില് നമുക്ക് വിശ്വാസം എന്ന പരിചയമില്ലെങ്കിൽ ഹാലയില് നമുക്ക് സമാധാനത്തിലേക്ക് കടക്കാൻ കഴിയത്തില്ല. ഹാലയില് അവിടെ അമ്മ വിശ്വാസം. ഒന്ന് യോഹന്നാന്റെ ലേഖനം തന്നെ 5:4-5 വായിക്കോ. അവർ ലവ് 1 യോഹന്നാൻ 5:4-5. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്ത് ജയിക്കുന്നു. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ആമേൻ. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ലോകത്തെ ജയിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്നാണോ ജനിച്ചത്? ആണെങ്കിൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. കാരണം എന്താ പറഞ്ഞാൽ ലോകത്തിൽ ജയിച്ച് എന്തുകൊണ്ടാണ് ജയിക്കുന്നത്? അല്ല, ആരോഗ്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, അല്ല നമ്മുടെ വിശ്വാസം കൊണ്ട്. ഹാലേലിയ. അപ്പൊ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ ഹാലേലിയ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. ഹാലേലിയ. ആമേ. ദൈവവചനം എന്ത് വേണം വെച്ചാൽ ദൈവവചനം കേൾക്കണം. കേൾവി, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന്. ഹാലേലിയ. അപ്പൊ നമ്മള് വിശ്വാസത്തിൽ നമ്മൾ ഓരോ ദിവസം വചനം കേൾക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വളരും. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വിളിച്ച് നേരത്തെ നീതീകരിച്ച ദൈവം നമ്മളെ ആക്കി വെച്ചിട്ട് ഇട്ടിട്ട് പോയല്ല, ഓരോ ദിവസം ആ നീതി നിൽക്കാൻ വേണ്ടി നമ്മൾ അഭ്യസിപ്പിക്കുന്നു പറഞ്ഞു. അതുപോലെ നമ്മൾ വിശ്വാസം വളരാനായിട്ട് നമ്മളെ അഭ്യസിപ്പിക്കുന്നു. ആമേ. യൂദാ പറഞ്ഞ അതിവിശുദ്ധ വിശ്വാസം നമ്മളെ വിശ്വാസത്തെ പറഞ്ഞേക്കുന്ന അല്ലേ. ആമേ. നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് അത് അതിവിശുദ്ധമാണ്. ഹാലേലി. അത് ആമേ അശുദ്ധിയിലുള്ളവർക്ക് ഹാലേലി ആമേ അത് ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ വിശുദ്ധീകരിക്കും ഓരോ ദിവസവും നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് നീതിയിൽ നടക്കാൻ നമ്മൾ അഭ്യസിപ്പിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ഈ വിശ്വാസം നമ്മൾ ആയിരിക്കും നമ്മൾ സമാധാനം ഇല്ലെന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട്? നിങ്ങൾ വചനം വായിക്കുന്നില്ല, കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല, അത് വിശ്വസിക്കുന്നില്ല. അപ്പൊ നമ്മൾ വിശ്വാസത്താൽ കേൾക്കുന്ന കർത്താവിന്റെ വചനത്താൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, വചനത്തെ വിശ്വസിക്കുമ്പോൾ, വചനത്തിൽ ഉറയ്ക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരും. ആ വിശ്വാസം നമ്മൾക്ക് സമാധാനത്തിലേക്ക് നമ്മളെ നടത്തുകയും ചെയ്യും. പിശാചിനെ ജയിക്കണമെങ്കിൽ നമ്മൾ ബൂസ്റ്റ് വാങ്ങിച്ച് കഴിച്ച പിശാചിനെ ജയിക്കാൻ പറ്റത്തില്ല. വിശ്വാസത്താൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. കാരണം വിശ്വസിക്കുന്ന എന്താ?
അല്ലെ, നമ്മളുടെ ദൈവത്തിന്റെ നീ അവൻ ലോകത്തുള്ളവനെക്കാട്ടി വലിയവനാ. ഹാലേലൂയ. നിന്റെ കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനെന്ന് നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം വേണം. ഹാലേലൂയ. എന്നാലേ നമുക്ക് ഒരിക്കലും നമുക്ക് അവനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവനെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ ആത്മീയ യുദ്ധം ഒരിക്കലും ജഡത്തിലല്ല ചെയ്യുന്നത്. ഹാലേലൂയ. ആത്മാവിൽ ചെയ്യണമെങ്കിൽ അകത്ത മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ് ദൈവത്തിന്റെ വചനം. അവന് നമ്മൾ പുറത്തെ മനുഷ്യൻ ഡെയിലി വേണ്ടുന്നതൊക്കെ പുട്ടും പഴവും എന്തൊക്കെ ചോറും കറിയൊക്കെ കഴിക്കുന്ന പോലെ അകത്ത മനുഷ്യന് ഭക്ഷണം കൊടുക്കണം, വചനം തന്നെ കൊടുക്കണം. ആ വിശ്വാസം ബലപ്പെട്ട മാത്രമേ നമുക്ക് അപ്പൊ വചനം ധ്യാനിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസമുള്ളത്, വചനം വായിക്കുമ്പോഴല്ല. വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ വിശ്വാസം വളരും. അതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞ വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വചനം അതുകൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ നമ്മുടെ ജെറൽ പാസ്റ്റ് ഉദോഹല്ലേ പാസ്റ്റ് ഇങ്ങനെ വചനമൊക്കെ പറയുമ്പോൾ ഭയങ്കര പുള്ളിയുടെ ആവശ്യം നമ്മൾ എങ്ങനെയും എക്യുപ്പ് ചെയ്യണം, നമ്മൾ എങ്ങനെയും അത് പഠിപ്പിക്കണം, നമുക്ക് എങ്ങനെയും മനസ്സിലാക്കാം. പറയാം വചനം ധ്യാനിക്കാനായിട്ട് എങ്ങനെ ധ്യാനിക്കണം, യഹോവന്റെ ഇടയനാകുന്നു. അപ്പൊ നിങ്ങൾ കാണണം ഒരു ഇടയൻ എങ്ങനെയാണ് ആടുകളെ ആടുകളെ സംരക്ഷിച്ച് ആടുകളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആത്മാവ് നിങ്ങൾ ഇത് കാണണം കേട്ടോ. എന്നിട്ട് ഇടയനാകുന്നു. അപ്പൊ ഇടയൻ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്ന് അറിയണം. ഇടയൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അറിയണം. ഇങ്ങനെ നമ്മൾ ആ ഇടയനെ കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയനായി നിൽക്കുന്നതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി നോക്കിയേ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇടയന്മാർക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. ഇടയന്മാരെ കുറിച്ച് എഴുതിയേക്കുന്ന ഇടയന്മാർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ. അപ്പൊ ഇതുപോലെ നമ്മൾ ഒരു വചനം എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അതിന് ഓരോ വാക്കും എടുത്തിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ധ്യാനിക്കണം. എന്നുവെച്ചാൽ അത് എങ്ങനെയാണ്, എന്താണ് അവരുടെ ക്വാളിറ്റി, എന്താണ് അവരെന്തൊക്കെ ചെയ്യും, അവരെങ്ങനെയൊക്കെ ആടുകളെ സംരക്ഷിക്കും, അവരെങ്ങനെയൊക്കെ അതിനെ നടത്തും, എങ്ങനെയൊക്കെ അതിന് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിന് മുമ്പ് നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുക നമുക്ക് മനസ്സിലാകും നമ്മുടെ ദൈവം നമ്മളെ എങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോ വചനം എടുത്ത് അപ്പൊ വചനം ധ്യാനിക്കണം നമ്മൾ. വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ വചനം ധ്യാനിക്കാതെ നമുക്ക് വിശ്വാസം വരത്തില്ല. പ്രത്യേക നമുക്ക് റോമാലേഖനം 4:18-22 ഒന്ന് വായിക്കാം. റോമൻസ് 4:18-22. റോമൻസ് 4:18-22. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളിച്ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസം ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാദത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നത് നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയോടെ വിശ്വസിച്ചു. അപ്പൊ ദൈവം പറഞ്ഞൊരു വാക്തത്വം അല്ലെ ഒരു വാക്ക് അവിടെ അബ്രഹാം ആശിക്കാൻ ഒരു വകയില്ലാത്തപ്പോഴും ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ച് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് അവൻ ഏകദേശം 100 വയസ്സുള്ള തന്റെ ശരീരം നിർജീവമായി പോയപ്പോഴും സാരയുടെ ഗർഭപാത്രം നിർജീവത്തെ ഗ്രഹിച്ചിട്ട് വിശ്വാസം ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാക്തത്വത്തിൽ അവിശ്വാസം സംശയിക്കാതെ വിശ്വാസം ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പം പറഞ്ഞ വാക്തത്വം നിറവേറപ്പെടുന്നതിന് മുമ്പ് അത് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, മഹത്വം കൊടുക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ഒരു സഹോദരി എന്നോട് രാത്രിയാകും അല്ലെ നേരത്തെ കിടന്നു നല്ല ഉറക്കപ്പിച്ചിലിരിക്കുമ്പോൾ എന്നോട് ഒരു മെസ്സേജ്, ചേച്ചി നമുക്ക് ഒരുപാട് വാക്തത്വമൊക്കെ കേട്ടല്ലോ, നമുക്കിതൊന്നും സമയത്ത് ഈ പറഞ്ഞ് ഇന്ന സമയത്ത് കിട്ടും, ഇന്ന സമയത്ത് നടക്കുമെന്നൊക്കെ തോന്നിയിട്ടൊക്കെ ആ സമയത്തൊന്നും നടക്കാതെ അപ്പൊ അതെന്താ നമുക്ക് ആ സമയത്ത് പ്രാപിക്കാൻ പറ്റാത്തതിന്റെ കാരണം? നമ്മൾ കേട്ട വാക്തത്വം ആ പറയുന്ന സമയത്ത് നമ്മൾ പ്രാപിക്കാൻ കഴിയുന്നതിന്റെ കാരണം എന്താ? രാത്രി ചോദിച്ച ഞാൻ പറഞ്ഞു സിമ്പിൾ. അതിന്റെ കാരണം നമ്മൾ അതിനുകൊണ്ട് ഒരുക്കപ്പെട്ടില്ല. നമ്മൾ ഒരുക്കപ്പെട്ടാൽ നമ്മുടെ വാക്തത്വം എങ്ങും തടഞ്ഞു വെക്കത്തില്ല. അത് കിട്ടും. നമ്മളത് ഒരുക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡിലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുത്തരുണ്ട്. അവന്റെ തന്ത്രത്തെ നമ്മൾ വീണു പോകുന്നു. പലപ്പോഴും നമ്മൾ ഇനി ആരോടും വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, ഒന്നും പറയത്തില്ല എന്നൊക്കെ തീരുമാനമൊക്കെ എടുത്തിരിക്കുമ്പോൾ നമ്മുടെ വായെ തുറപ്പിച്ച് നമ്മളെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ മുമ്പിൽ ഓരോന്ന് വെളിപ്പെടും. നമ്മൾ അതിനകത്ത് വീണു പോകും അല്ലേ?
ഹാലേലിയ. ദേഷ്യപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പണ്ടൊക്കെ പറയുന്നത്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവര് വന്നിട്ട് എന്തേലൊക്കെ ഇറിറ്റേറ്റ് എന്തേലൊക്കെ ആയി നമ്മൾ അവരോട് ചൂടാകും കയറിയിട്ട്. ഹാലേലിയ. അപ്പൊ നമ്മുടെ തീരുമാനമൊക്കെ ദേ കിടക്കുന്നു. ഹാലേലിയ. ഇതുപോലെ ഡിലേ ആക്കിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുത്തനുണ്ട്. പക്ഷെ ആ ഡിലേ ആക്കി പ്രവർത്തിക്കുന്നവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം നമ്മള് അതിനകത്ത് വീണു പോകുന്നുണ്ട്, ഇത് ഡിലേ ആയി പോകുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ഞാൻ പറയാം, വെറുതെ കിട്ടത്തില്ല കേട്ടോ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മൾ എത്താതെ അത് നമ്മുടെ കയ്യിലേക്ക് തരത്തില്ല. അതിപ്പോ നമ്മൾ എത്ര കരഞ്ഞാലും ശരി, അത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാലൊക്കെ അത് പ്രാപിക്കാൻ പറ്റുമോ അടുത്ത ചോദ്യമാണ്. ഹാലയില് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാപിക്കാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ കാര്യം, നീ വിശന്ന് പട്ടിണി ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് കൈവച്ച് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നതിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപവാസം ഇതിന്റെ ഇടയിൽ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതൊരു അറിവായിക്കോട്ടെ നിർത്താൻ. ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ദൈവത്തോട് കൂടെ വസിക്കുക. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥന ഈ ജാതി നീങ്ങിപ്പോത്തില്ല. അവിടെ നമ്മൾ വിചാരിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏതെങ്കിലും ആരുടെയും ദേഹത്തുള്ള ഏതെങ്കിലും ജാതിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയല്ല. നമ്മളിലൊക്കെ ഓരോ ജാതികൾ, കുറെ ദുരാത്മാക്കൾ നമ്മളിലൊക്കെ ഉണ്ട്. എത്ര ശുശ്രൂഷിക്കുന്നവരാണ് അവരിലൊക്കെ ഉണ്ട്. കാരണം അവർ കോപിക്കുമെങ്കിൽ അവർ ദുരാത്മാവുണ്ട്, കള്ളം പറയുമെങ്കിൽ ഒരു ദുരാത്മാവുണ്ട്, അസൂയ വരുമെങ്കിൽ ദുരാത്മാവുണ്ട്. ഹാലേലിയ. ആർക്കെങ്കിലും കുറിച്ച് ഗോസിപ്പ് പറയുമെങ്കിൽ ദുരാത്മാവുണ്ട്. അവർക്ക് ദോഷമാണ് ചിന്തിക്കുന്ന ദുരാത്മാവുണ്ട്. ഇതൊക്കെ ദുരാത്മാക്കളാണ്. അപ്പൊ നമ്മളിലൊക്കെ എത്ര ഉണ്ടാകുന്ന ഓരോരുത്തരും കൗണ്ട് ചെയ്ത് നോക്കിക്കോ. ഹാലേലൂയ. സ്വഭാവം വെച്ചിട്ട് ഇത് പോകാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ, നമ്മൾ ദൈവത്തോട് കൂടെ വസിക്കുമ്പോൾ, ഹാലേലിയ, അവനോട് കൂടെ ഇരിക്കുമ്പോൾ, അവന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, അവന്റെ വചനവുമായി അവനോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ, നമ്മളുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ ഈ സ്വഭാവം മാറിയിട്ട് ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരിക ചെയ്യും. ദൈവത്തോട് കൂടെ വസിക്കുമ്പോൾ അവന്റെ സ്വഭാവം നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മളിലേക്ക് വരുമ്പം നമ്മൾ നിൽക്കുന്ന ഇരുട്ടൊക്കെ ഇങ്ങനെ മാറിപ്പോകാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ വാക്തത്വത്തിനൊക്കെ നമ്മൾ പ്രാപിക്കാൻ കഴിയും. അല്ല നമ്മൾ ഉപവസിച്ച് വിഷയം എഴുതി വെച്ച് കുത്തിയത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാപിക്കാവുന്നല്ല. നമ്മളെ രൂപാന്തരപ്പെടുമ്പോ, നമ്മളെ മാറ്റം വരുമ്പോ, നമ്മൾ ഒരുക്കപ്പെടുമ്പോൾ, അപ്പൊ അവിടെയൊക്കെ കാണാൻ നമ്മളെയാണ് അവിടെ ശുദ്ധീകരിക്കുന്നത്. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് തരാൻ യോഗ്യതയായ മോളെ ഇന്നപ്പോ നീ ഓക്കെ നീ ഇന്ന് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് നീ എലിജിബിൾ ആയിരുന്ന നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിട്ടുക. അങ്ങനെ തന്നെയാണ് വാഗ്ദത്തം പ്രാപിച്ചത്. അല്ലെ വാഗ്ദത്തം ഇവിടെ പക്ഷെ അബ്രഹാമിന്റെ ശരീരം നിർജീവിത്വമായി, സാരയുടെ ഗർഭപാത്രം നിർജീവിത്വമായി. പക്ഷേ അവിടെ അവിശ്വസിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലേലിയ. ശരീരത്തിൽ നോക്കിയിട്ട് ഞാൻ എപ്പോഴും പറയും, പണ്ടൊരിക്കൽ ദേവാസം പറഞ്ഞ ശരീരത്തിൽ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാകും, ശരീരം ഇങ്ങനെ കൈയൊക്കെ ഉയർത്തി കാട്ടിട്ട് അപ്പൊ ഇത് ചുക്കി ചുളിഞ്ഞൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ അബ്രഹാം പറഞ്ഞിട്ടുണ്ട്, ഹാലേലിയ, ഇതിന് ജീവനുണ്ട്, ഇതിന് ജീവനുണ്ട്, ഇതിന് ജീവനുണ്ട്, എന്ന് പറഞ്ഞിട്ട് ആ ജീവൻ അറിയാണ്ടവരേക്ക് പുതുകി വന്നു. അതാണ് ഞാൻ പറയും ചെയ്തു, നമ്മളൊക്കെ നമ്മുടെ കൈയൊക്കെ ഉയർത്തി കാണിച്ചിട്ട് പറയുന്നത് ജീവൻ ഇല്ലാത്തതാണ്, ഇത് മരിച്ചതാണ്, ഇത് മരിച്ചതാണ്, ഇത് മരിച്ചതാണെന്ന് പറയണേ. കാരണം നമ്മുടെ അവയവങ്ങളൊക്കെ മരിച്ചു. ഹാലേലൂയ. ഇനി നമ്മൾ വസിക്കും, നമ്മളല്ല, നമ്മൾ ക്രിസ്തു അത്രേ വസിക്കും. നമ്മൾ മരിച്ച് അവിടെ കൊണ്ട് അടക്കി. ഹാലേലൂയ. ഇനി ഉയർത്തെഴുന്നേറ്റ് വന്ന് പുതുമനുഷ്യനാ, പഴയത് മരിച്ചെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. മരിച്ചവർക്ക് ഒരു വികാരം ഉണ്ടാകത്തില്ല, മരിച്ചവർക്ക് ഒരു വിചാരം ഉണ്ടാകത്തില്ല, മരിച്ചവർക്ക് ഒരു ഈഗോയും ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. ആരെങ്കിലും നമ്മുടെ മുമ്പിൽ നിന്ന് 10 വർത്താനം പറഞ്ഞാൽ പോലും അവൻ മരിച്ചതല്ലേ, പിന്നെ മരിച്ചവൻ എന്തെങ്കിലും കേൾക്കും, ആ ബോധത്തിൽ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മരിക്കാത്തതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അപ്പൊ ഇടയ്ക്കൊക്കെ മരിപ്പിക്കും നമ്മളെയൊക്കെ. ഹാലേലിയ. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ അപ്പൊ ഹാലേലിയ. അടുത്തത് ഇവിടെ അവിടെ പറയുന്നത്, എന്നിട്ട് ഇവിടെ പറയാം സ്തോത്രം ചെയ്ത് സ്തുതിച്ച് അവിശ്വാസം സംശയിക്കാതെ വിശ്വാസം ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും. എന്നിട്ട് അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്പൊ എവിടെയൊക്കെ നടക്കുമായിരിക്കും, നടക്കില്ലായിരിക്കും, നടക്കില്ല എന്നല്ല, വാഗ്ദത്തം ചെയ്ത് ദൈവം നിവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്പൊ ദൈവത്തിലുള്ള വിശ്വാസം ഒരു പൂർണ്ണതയുള്ള വിശ്വാസമായിരുന്നു. നമ്മുടെയൊക്കെ വിശ്വാസം പൂർണ്ണതയുള്ള വിശ്വാസം അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നടക്കാത്ത. ഇവിടെ കർത്താവിന്റെ ഹാലേലിയ, ദൈവത്തിലെ അബ്രഹാമിന്റെ വിശ്വാസം ഒരു പൂർണ്ണതയുള്ള വിശ്വാസം. അപ്പൊ നമ്മുടെയൊക്കെ വിശ്വാസം ഒരു പൂർണ്ണതയുള്ള വിശ്വാസമായി മാറണം. ഹാലേലിയ. എന്നിട്ട് അതുകൊണ്ട് അവന് അത് നീതിയായി കണക്കിട്ട് അവന്റെ വിശ്വാസം പൂർണ്ണതയുള്ള വിശ്വാസമായതുകൊണ്ടാണ് അവന് അത് നീതിയായിട്ട് കണക്കിട്ടത്. അടുത്ത നമ്മൾ സമാധാന സുവിശേഷം എന്ന ചെരുപ്പന ഹാലേലിയ പറഞ്ഞ ഹാലേലിയ. അല്ല, നമുക്ക് സോറി, സമാധാനം നമ്മൾ ഹാലേലിയ വായിച്ചാണ്, ഇത് സംസാരിച്ചതാണ്. ഹാലേലിയ. ആമേൻ. സ്തോത്രം. ഹാലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. രക്ഷ എന്ന ശിരസ്ത്രം അല്ലേ? ആത്മാവിന്റെ വാൾ.
ആ പേഴ്സണലേഖനം എടുക്കട്ടെ. വിശ്വാസ പരിചയടുത്തത് രക്ഷ എന്ന ശിരസ്ത്രവും ദൈവം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളൻ. ഹാലേലുയ. അപ്പം ഹാലേലുയ. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ അല്ലേ? രക്ഷ എന്ന ശിരസ്ത്രം. ആമേൻ. നമ്മള് എന്നിട്ട് നമ്മുടെ എന്നിട്ട് ആത്മാവിന്റെ വാളും. ഹാലേ. രക്ഷ എന്ന ശിരസ്ത്രം. നമ്മളെ രക്ഷ എന്താണ് എന്താ പറയുന്നത്? നമ്മള് രക്ഷിക്കപ്പെടുമ്പോ, രക്ഷയാകുമ്പോ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചത് അല്ലേ? ഞാൻ എപ്പോഴും പറയാം, കർത്താവെ എന്ന് നമ്മൾ വിളിക്കുമ്പോ കർത്തൃത്വം ഇനി എന്റെ കയ്യിലല്ല, നിന്റെ കയ്യില. ആമേ. അപ്പൊ കർത്താവിന് വേണ്ടി നമ്മള് നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും എന്ത് ചിന്തിക്കേണ്ടത്? നമ്മുടെ ദൈവം ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം മാറ്റം വരുന്ന ദൈവമാണോ? അല്ല. കർത്താവിനെ കുറിച്ച് തന്നെ ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനായ യേശുവിനെ നമ്മൾ സമർപ്പിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇന്നലെ ഞാൻ സമർപ്പിച്ചു കേട്ടോ, ഇന്ന് ഞാൻ അതിൽ നിൽക്കത്തില്ലെന്നല്ല. നമ്മൾ രക്ഷയെന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചത്. ആ ദൈവത്തിന്റെ കയ്യിൽ അന്ത്യത്തോളം നമ്മളെ വിളിച്ച ദൈവത്തെ കുറിച്ച് പറയുന്നത് അന്ത്യത്തോളം അവന്റെ പ്രവൃത്തി തികയ്ക്കുന്ന ദൈവമാണെങ്കിൽ നമ്മൾ അന്ത്യത്തോളം ആ രക്ഷയിൽ തന്നെ നമ്മൾ നിൽക്കണം. നമുക്ക് ലഭിച്ച രക്ഷ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മളെ കൈവിട്ട് കളയത്തില്ല. അതുകൊണ്ട് നമ്മൾ അത് ഉറച്ചു തന്നെ നിൽക്കണം. അടുത്ത നമ്മൾ പറയുന്ന വചനം എന്ന വാളിനെ കുറിച്ച്, ആത്മാവിന്റെ വാള്. നമുക്ക് യുദ്ധം ചെയ്യാൻ ദൈവം തന്നേക്കുന്ന വാള. ഇബ്രായ ലേഖനത്തിൽ 4:12-13 വരെ നമുക്ക് എപ്പോഴും നമ്മൾ വായിക്കുന്നേ, നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്ന ഭാഗമാണ് വചനം എന്ന വാളിനെ കുറിച്ച് പറയുമ്പോഴത്തേനും. 4:12-13. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാവുന്നു നമുക്ക് കാര്യമുള്ളത്. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വചനത്തിനുള്ളൊരു സ്വഭാവം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പ്രാണനെ ആത്മാവിനെ സദ്യ മജ്ജകളെ വേർപിടിക്കുക തുളച്ചു കയറിച്ചില്ല. വചനം നമ്മൾ എന്താ പറയാ ഇപ്പൊ കള്ളം പറഞ്ഞാലത് സത്യം എന്ന് നമുക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ നമുക്ക് ആത്മാവ് എന്നും ജഡത്തിൽ നിന്നുള്ളത് തെളിയിച്ചു തരും. യേശു കർത്താവ് ഒരിക്കൽ പത്രോസിനോട് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ലോകം എന്നെ ആരെന്ന് പറയുന്നു? അപ്പൊ ഓരോരുത്തരും ഏലിയാവെന്ന് പറയുന്നു, യോഹന്നാൻ എന്ന പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയുന്നു, അങ്ങനെ മോശയെന്ന് പറയുന്നത്, അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അടുത്ത് കേൾക്കും, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയും. ഹല്ലേലൂയ. അപ്പം യേശുകർത്ത പെട്ടെന്ന് പറയുന്നത്, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, ഇത് സ്വർഗസ്ഥനായ എന്റെ പിതാവാകുന്ന വെളിപ്പെടുത്തിയതാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ആത്മാവിനെയും പ്രാണസത്യ മജ്ജകളെ വേർപിരിക്ക് തുളച്ചു കയറി ചെല്ലുന്ന പറയുമ്പോൾ അവൻ അവിടെ പറയുന്ന അടുത്ത് പറയുന്നത് തുളച്ച് ഹൃദയത്തെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നതാണ്. അവന് മറന്നിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അപ്പൊ ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നത്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു വചനമാകുന്നവൻ വിവേചിക്കവിടെ എന്നിട്ട് എന്താണെന്നറിയോ ഈ പറഞ്ഞത്? അത് ആരാ വെളിപ്പെടുത്തുക? ആത്മാവ് അല്ലെങ്കിൽ ദൈവമാണ് വെളിപ്പെടുത്തിയെന്ന്. അപ്പൊ ആത്മാവിന്റെ ചിന്തകളും ജഡത്തിന്റെ ചിന്തകളും. അപ്പൊ മറ്റുള്ളവർ പറയുമ്പോ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ജഡത്തെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം അവിടെ അപ്പൊ പറയും, നിനക്ക് ദൈവം ജഡരക്തങ്ങളല്ല, ഇത് പിതാവ് വെളിപ്പെടുക. ഇച്ചിരി കഴിയുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് പത്രോസ് കൊണ്ടുപോയിട്ട് കർത്താവ് യേശു ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പത്രോസ് എന്നിട്ട് നിനക്കിത് ഭവിച്ചുകൂടാ, പോകണ്ട. അപ്പൊ ഉടനെ കർത്താവ് എന്താ, ശരി മോനെ, ഇതും നിനക്ക് സ്വർഗസ്വനായ പിതാവ് വെളിപ്പെടുത്തി തന്നതാ. ഹല്ലേലൂയ. നീ ആത്മാവില പറയുന്നോണ്ട് ഞാൻ പോകുന്നില്ലെന്നാണോ പറഞ്ഞത്? അല്ല. കർത്താവ് പ്രഭാവിശാലി എന്ന് പറയും, അല്ലെ? സത്തനെ മാറിപ്പോന്നു. സത്തനെ മാറി. എന്താ വെച്ചാ അവിടെ വിവേചിക്കുന്നു. വചനമകത്തുള്ളവൻ വചനമാകുന്നവൻ ജഡത്തിനെയും ആത്മാവിനെയും വിവേചിക്കുന്നുണ്ട്. അപ്പൊ സത്യമേത് അസത്യമേത് തിരിച്ചറിയുന്നു. നമുക്ക് പലപ്പോഴും ഇന്ന് കേൾക്കുന്നത്, നമ്മളോട് വരുന്ന പ്രവചനങ്ങൾ നമുക്ക് വിവേചിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ പറഞ്ഞത് പത്രോസ് തന്നെ 2 കാര്യം പറഞ്ഞത്. പത്രോസ് ഒരു കാര്യം, ജഡരക്തങ്ങളല്ല
സ്വർഗസ്ഥന പിതാവ് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞെങ്കിൽ അടുത്ത കാര്യം പറയുമ്പോഴും പറയണം. നമ്മളാണ് പറയോ ആ പ്രവാചകൻ അന്ന് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഓ അത് ഭയങ്കര ആക്യുറേറ്റ് ആണ്, നമ്മൾ ഒരു എന്താ അച്ചിട്ടോ എന്താ കാര്യം പറയാം, അതുപോലെ ആയിരുന്നു കേട്ടോ. എന്നാൽ ഇനി അടുത്ത് പറയുന്നതെല്ലാം അതുപോലെ ഒന്ന് വിഴുങ്ങാനാണോ ദൈവം പറഞ്ഞേക്കുന്നത്? അല്ല, വിവേചിക്കണം. ഹാലേലുയ. ആമേ. പ്രാണനെ ആത്മാവിനെ തുളച്ചു കയറി ചെല്ലും വരെ ചിന്തനങ്ങളെ പോൽ വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എവിടെയൊക്കെ തുളച്ച് ഓരോ കാര്യങ്ങളും ഇടയിൽ വചനം തുളച്ചു കയറി ചെല്ലും, എന്നിട്ട് രണ്ടേരും തമ്മിൽ വേർപിടിക്കും. പക്ഷേ ഇവിടെ നമ്മൾക്ക് പറയാം ചിന്തനങ്ങളെ പോലും വിവേചിക്കണം. അവര് പറയുന്ന കാര്യം, നമ്മുടെ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് ആത്മാവിൻ്റെതാണോ ജഡത്തിൻ്റെതാണോന്ന് വിവേചിക്കാൻ വചനം ഉള്ളിലുള്ളവന് പറ്റും. എങ്ങനെയാ നമ്മൾ വിവേചിക്കുക? വചനം വെച്ചാ വിവേചിക്കുന്നത് അല്ലേ? ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? അല്ല, ദൈവേഷ്ടം ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. ഹാലയില്. അപ്പൊ ദൈവേഷ്ടം എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ എങ്ങനെ അറിയണമെന്ന് വെച്ചാൽ നമുക്കൊരു ബോധം ഉണ്ടാകണം. അതാ പറയുന്നത് വചനം പരിശുദ്ധാത്മാവിൽ തന്നെ നമ്മൾ വിവേചിക്കേണ്ടത്. ഹാലയില്. പരിശുദ്ധാത്മ ഒരാൾ പറയുമ്പോൾ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ആത്മാവിൻ്റെതാണോ ജഡത്തിൻ്റെതാണോ എന്ന് വചനം വെച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് തെളിയിച്ചു തരും. അങ്ങനെയല്ലേ? താരാമോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വചനത്തിൽ ഉണ്ടോ എന്ന് നോക്കണം, കാണാൻ കാര്യം. ഹല്ലേലൂയ. അപ്പൊ വചനം വെച്ച് പരിശുദ്ധാത്മ നമുക്ക് തെളിയിച്ചു തരാം. അതുകൊണ്ട് ആത്മാവെന്ന ദൈവ വചന അല്ല വാളെന്ന ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനം എന്ന് പറഞ്ഞു. ഹലേ. ആത്മാവിൽ നമ്മൾ ദൈവവചനം വെച്ച് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും വിവേചിച്ച് നോക്കിയിട്ട് വേണം അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെ പത്രോസിന്റെ വായിന്ന് വന്ന രണ്ട് കാര്യങ്ങൾ കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണോ വിവേചിച്ച് ഒന്ന് പിശാചിൻ്റെതാണെന്നും ഒന്ന് ദൈവത്തിൻ്റെതാണെന്നും മനസ്സിലാക്കിയതുപോലെ നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവിൽ വചനം വെച്ച് വിവേചിച്ച് നോക്കിയിട്ട് ഇത് ദൈവികമാണോ മാനുഷികമാണോ പൈശാചികമാണോ തിരിച്ചറിയണം. ഹാലലൂയ. അങ്ങനെ തിരിച്ചറിയാനായിട്ട് ഹാലലൂയ ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം, അപ്പൊ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അത് പെനിട്രേറ്റ് ചെയ്യും. ഹാലലൂയ. ഇവിടെ ആ സന്ധി മച്ചകളെ അവർ വേർപെടിച്ച് തുളച്ചു കയറി ചെല്ലുന്നതാണ്. അപ്പൊ ആ ദൈവവചനം ഹാലലൂയ നമ്മൾ വായിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും പറയുമ്പോഴും ഹാലലൂയ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വിവേചിക്കാൻ ദൈവം തന്നെ നമുക്ക് വരം നൽകിയിട്ടുണ്ട്. ഹാലലൂയ. അത് ആത്മാവിൽ നമ്മൾ അതിനെ വിവേചിക്കണം. എന്നിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പറയുന്നത് സോറി വചനം മാറിപ്പോ എടുത്തു വെച്ചത് എഫേസ് ലേഖനം തന്നെ. ഇവിടെ വിശ്വാസ പരിചയം എന്നാൽ രക്ഷയെന്ന ശിരസ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളും. ദൈവവചനം ആത്മാവിന്റെ വാളാണ്. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ വാളായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മൾ ബുദ്ധിയിൽ വിവേചിക്കാൻ ശ്രമിക്കരുത്, ബുദ്ധിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കല്, ബുദ്ധിയിൽ നമ്മളത് സ്റ്റോറി ചെയ്യല്ലേ. കുറെ വചനം നമ്മൾ കാണാതെ പഠിച്ച് വെച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ കാണാതെ പഠിച്ച് വെക്കുമ്പോൾ നമ്മുടെ അബ്രഹാം വിശ്വസിച്ച പോലെ ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിച്ചെന്ന് പറഞ്ഞേക്കുന്നത്. അതവിടെ ഒരു ഹാലേലിയ അവിടെ ഒരു ബുദ്ധിയുടെ വിശ്വാസമായിരുന്നെങ്കിൽ ഹാലേലിയ കുഞ്ഞിനെ ലഭിച്ചതോർത്ത് അല്ലെങ്കിൽ ഹാലേലിയ അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യത്തില്ല, മഹത്വം കൊടുക്കത്തില്ല ദൈവത്തിന്. കാരണം ലഭിച്ചതിന് ശേഷം മഹത്വം കൊടുക്കത്തുള്ളൂ. പക്ഷെ ലഭിക്കുന്നതിന് മഹത്വം കൊടുക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അത് നമ്മൾ വന്നേക്കുന്ന ഹാലേലിയ നമ്മൾ ജനിപ്പിച്ചിട്ട് വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഹാലേലിയ ആ വിശ്വാസം നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അത് വിവേചിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാവെന്ന ദൈവത്തിന്റെ വചനം ഹാലേലിയ ആത്മാവിന്റെ വാളെന്ന് പറയുന്നത്. കാരണം നമുക്ക് ആത്മാവിൽ ഹാലേലിയ ഈ വാളെടുത്ത് യുദ്ധം ചെയ്യാനുള്ളതാണ്. എന്തിനോടാ യുദ്ധം? നമ്മുടെ അവിശ്വാസത്തോട് യുദ്ധം ചെയ്യാം, ഭീരുത്വത്തോട് യുദ്ധം ചെയ്യാം, ഹാലേലിയ നമുക്ക് ഭയം വരുമ്പോൾ യുദ്ധം ചെയ്യാം, നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി വരുമ്പോൾ യുദ്ധം ചെയ്യാം, പിശാചിനോട് യുദ്ധം ചെയ്യാം. എല്ലാത്തിനും നമുക്ക് യുദ്ധം ചെയ്യാൻ തന്നേക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഹാലയില് ഒരുപാട് ആൾക്കാർ എന്നോട് വിളിക്കാറുണ്ട് പ്രാർത്ഥനയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഹാലി ഒരു സഹോദരൻ ഭയങ്കര ഭയമാണ്.
ഹാലലിയ, അവൻ മരിച്ചു പോകുന്നുള്ള ഭയം. ഹാലലിയ, മരിച്ചു പോകുന്ന മരണഭീതി കയറി. എവിടുന്ന് കയറിയത് ചോദിച്ചാൽ എന്തോ എവിടെ പോയി പെട്ടപ്പോ കയറിയത്. ഇവിടെ പിശാച് കൊണ്ടുവന്ന് ഉള്ളിൽ ഇട്ടുകൊടുത്തൊരു മരണഭീതി. അപ്പോൾ ഹാലലിയ, പിന്നെ രോഗം, ആ വേദന, ഈ വേദന, ഹാലലിയ, ശരീരത്തെ രോഗം, ഹോസ്പിറ്റലിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു രോഗവും ഇല്ലാന്ന് പറയുമ്പോൾ പക്ഷെ പുള്ളിക്കാരന് വേദനയും ക്ഷീണവും, കാരണം നിൽക്കാൻ പോയി. കാരണം എന്താ? ഭയം കയറിയത്. അപ്പൊ ഈ ഭയത്തെ പുറത്താക്കാൻ മരുന്ന് കൊണ്ട് പറ്റത്തില്ല. ഭയത്തെ പുറത്താക്കണമെങ്കിൽ ആത്മാവിന്റെ വാള് തന്നെ നമ്മൾ എടുക്കണം. ദൈവവചനം എന്ന വാള് തന്നെ എടുക്കണം. ഹാലലിയ. ഇങ്ങനെയാണ് നമ്മൾ വാള്, ആത്മാവിന്റെ വചനം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സകല പ്രാർത്ഥനയിലും യാതൊരു ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുണ്ട് സകല വിശുദ്ധന്മാർക്ക് എനിക്ക് വേണ്ടി പൂർണ്ണ സ്ഥിരത കാണിക്കും. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. നമ്മുടെ ജീവിത യാത്ര എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവവുമായി ചേർന്ന് നമ്മൾ നടക്കുന്ന ജീവിതയാത്ര. നമ്മൾ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പൂർണ്ണതയുള്ള ഒരു പ്രാർത്ഥന നമ്മൾ ഉണ്ടാകണം. അവിടെ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നത്, ഞങ്ങൾ ചങ്ങല തിരിച്ച് സ്ഥാനാപതികത ഇവിടെ കിടക്കുമ്പോഴും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് വേണ്ട? ഞങ്ങൾ വായി തുറക്കുമ്പോൾ വചനം ലഭിക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ നമ്മൾ കാണുന്നുണ്ട്. നീതി നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ വചനത്തിൽ തന്നെയാണ്. വിശുദ്ധി നമ്മളായിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന നമ്മളെ വിശ്വാസം ഉണ്ടാക്കുന്ന ദൈവവചനമാണ്. ഇവിടെ നമുക്ക് പോരാടം വേണ്ടി യുദ്ധം ചെയ്യാൻ തന്നേക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം, ആത്മാവ് വചനം വാള് നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും സക്സസ്ഫുള്ളി പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ സർവ്വ ആയുധവർഗം എടുത്ത് ധരിച്ചു കൊള്ളുവെന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ആയുധം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റുള്ളതൊക്കെ നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടി തന്നെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാനായിട്ട്, ശത്രുവിനെ തകർക്കാനായിട്ട്, നമുക്ക് ദൈവത്തോട് മുൻപോട്ട് പോകാനായിട്ട്, നമ്മളെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട്, നീതി നടത്താനായിട്ട്, വിശുദ്ധി നടത്താൻ, എല്ലാത്തിനെയും നമ്മൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ വചനം, ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനമാണ്. അപ്പൊ ദൈവവചനത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഈ ദിവസങ്ങൾ അതുകൊണ്ട് വചനത്തെ നിങ്ങൾ ആരും ഉപേക്ഷയായിട്ട് വിചാരിക്കണ്ട. നിങ്ങൾ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഇരുന്നില്ലേലും കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റ് ഇരുന്ന് വചനം ധ്യാനിക്കണം. ഈ വചനം ധ്യാനിച്ചിട്ട് കിട്ടുന്ന ഒരു വചനവുമായിട്ട് നിങ്ങൾ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ പോലും അറിയാം, നിങ്ങൾ ആത്മാവിന്റെ ശക്തി. പണ്ട് എപ്പോഴും വിജയേന്ദ്ര പാസ്റ്റർ എപ്പോഴും പറയും, എല്ലാ ചർച്ചിലും ഞാൻ പറയണേ, വർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വന്ന കീബോർഡിന്റെ റിതം കൂട്ടി വെച്ചിട്ടും ആ സൗണ്ട് കൂട്ടിയിട്ടും കടന്നു കൈയടിച്ചിട്ടും ചാടിയിട്ടും ഓടിയിട്ടും ഒന്നും ഇറങ്ങാത്ത പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ തന്നെ ഒരു വചനം എടുത്തൊന്ന് ധ്യാനിച്ചിട്ട് നിങ്ങളൊന്ന് ആരാധിച്ചു നോക്കിക്കേ. ആ വചനത്തിന്റെ ജീവനോടെ വെളിപ്പെടുമ്പോൾ അറിയാണ്ട് ആത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ വചനത്തിന് അത്രത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഒരു വചനം എടുത്ത് ധ്യാനിച്ചിട്ട് നിങ്ങൾ പേഴ്സണലി ഒരു വചനം ചോദിച്ച് അത് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിങ്ങളുടെ പ്രാർത്ഥന ലെവൽ മാറുന്ന കാണാൻ പറ്റും. അതുകൊണ്ട് വചനത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിലുമായിട്ട് ചിന്തിച്ച വചനഭാഗങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. അതൊക്കെ ആയിട്ട് ഒരുമിച്ച് വീണ്ടും നിങ്ങൾ നോട്ട്സ് എഴുതുന്നവരൊക്കെ അത് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദൈവവചനമായിട്ടിരിക്കുക. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.